السلام عليكم. بسم الله الرحمن الرحيم. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. إن أريد إلا الصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد. എന്നെ ഞാനാക്കിയ ഈ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് ഈ വിഷയം അവതരിപ്പിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതിന് കാരണക്കാരായ ഇതിൻ്റെ സംഘാടകരെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയും അല്ലാഹു അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയും ചെയ്തു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഉസ്താദുമാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരെയും അല്ലാഹു ഉഖ്റവിയായ ഉലമാക്കളിൽ ഉൾപ്പെടുത്തുകയും ഉലമാക്കൾക്ക് അല്ലാഹു പരലോകത്ത് വാഗ്ദത്തം ചെയ്ത സർവ്വ പ്രതിഫലങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും അർഹരാക്കട്ടെ എന്ന് ദുആ ചെയ്യുകയുമാണ്. അല്ലാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കട്ടെ. വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഒരു വിഷയാവതരണം ഇവിടെ കഴിയും. ഇനി ഓൺലൈൻ ട്രേഡിങ്ങും അതിൻ്റെ ഫിഖ്ഹി നിയമങ്ങളും എന്ന വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്യാനുള്ളത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന് പുതിയ പുതിയ രൂപഭാവങ്ങളും പുതിയ പുതിയ ശൈലികളും ഐറ്റംസുകളുമൊക്കെ കാലാകാലങ്ങളിൽ പുതുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത് ഫിഖ്ഹിൻ്റെ ഭാഷയിൽ, ഫിഖ്ഹിൻ്റെ നിയമപ്രകാരം അതിന് വല്ല തകരാറുമുണ്ടോ എന്നതാണ്. ബൈഅ് മാത്രമല്ല, ഇജാറത്തും അതുപോലെയുള്ള വിവിധ ഇടപാടുകൾ ഇന്ന് ഓൺലൈനായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ബിസിനസ്സുകളിലൊക്കെ വന്നു ചേരുന്ന ചില ചതികളും ചില ശർഇന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടായതുകൊണ്ട് പലതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എങ്കിൽ ഫിഖ്ഹിൻ്റെ നിയമത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നതും ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഇടപാട് നടക്കാൻ അതിന് 3 റുക്നുകളാണുള്ളത്. ആഖിദ്, മഅഖൂദ് അലൈഹി, സീഗ. ഇതിനെ 6ആക്കി പറയാം. കാരണം ആഖിദ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും രണ്ടാളും അതിൽ ഉൾപ്പെടും. അപ്പോൾ 2ആയി, വാങ്ങുന്നവനും വിൽക്കുന്നവനും. മഅഖൂദ് അലൈഹിം അതുപോലെ 2ആക്കാം. ഒന്ന് സമനും മറ്റൊന്ന് മുസമ്മനും. വിലയായി നിശ്ചയിക്കപ്പെടുന്ന വസ്തു. എന്ത് വസ്തുവാണോ വിൽക്കുന്നത് അതും അതിൻ്റെ വിലയും രണ്ടും മഅഖൂദ് അലൈഹിയാണ്. സീഗയും അതുപോലെ 2ആണ്. ബിഅ്തു എന്ന് പറയുന്ന ഈജാബിൻ്റെ വാക്കും ഖബിൽതു എന്ന് പറയുന്ന കബൂലിൻ്റെ വാക്കും. ഇങ്ങനെ 6ആക്കി എണ്ണിയവരുമുണ്ട്, 3ആക്കി ചുരുക്കിയവരുമുണ്ട്. പഠിക്കാൻ സുഖം 3ആക്കലാണല്ലോ. എന്നാൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സുഖമാണല്ലോ. മറ്റേത് 6 കാണാതെ പഠിക്കേണ്ടത് 3 കാണാതെ അടിച്ചാൽ മതി. അപ്പം നമ്മൾ ചുരുക്കി പറയാം, 3 റുക്നാണുള്ളത്. ആഖിദ്, മഅഖൂദ് അലൈഹി, സീഗ. ഇവിടെ ആഖിദിനെ കുറിച്ച് അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ ഒരേ നിബന്ധന തന്നെയാണ് ഉണ്ടാകുക. അതിന് പ്രത്യേകം ഓൺലൈൻ ആയതുകൊണ്ട് പ്രത്യേക നിബന്ധന നമുക്കേണ്ട കാര്യമല്ല.
മഅഖൂദ് അലൈഹിം അതുപോലെ തന്നെ അത് ശുദ്ധിയുള്ളതായിരിക്കണം, ഈ വിൽക്കുന്ന ആൾക്ക് അധികാരപ്പെട്ട വസ്തുവായിരിക്കണം പോലെയുള്ള അതിൻ്റെ ഷർത്തുകൾ, അതിലും വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സീഗ, അവിടെയാണ് ചെറിയ പ്രശ്നം വരുന്നത്. നിനക്ക് ഞാൻ ഇത് ഇത്രക്ക് വിറ്റു എന്ന് പറയുന്ന വാചകമാണ് സീഗ. ആ വാചകം ഇല്ലാതെ നെറ്റിലൂടെ ബിസിനസ് നടത്തുമ്പോൾ വെറും ക്ലിക്കുകളാണ്. അവൻ സെലക്ട് ചെയ്യുന്നു, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ വാചകമൊന്നുമില്ല. അപ്പൊ വാചകം ഇല്ലാതെ ഇടപാട് ശരിയാകുമോ എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഫുഖഹാഇന്റെ ഇബാറത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈജാബ് കബൂല് എന്ന് പറയുന്ന വാചകം ഷർത്താണ് എന്ന് ഫുഖഹാക്കൾ വെച്ചതിന്റെ ഉദ്ദേശം ഫലാ യസിഹുൽ ബൈഉ ബിദൂനിഹിമ, ഈജാബും കബൂലും ഇല്ലാതെ വിൽപ്പന സഹീഹാവുകയില്ല. ലിഅന്നഹു മനൂത്തും ബിർറിള, കാരണം ഇടപാട് റിളയോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിനെ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. വാങ്ങുന്നവനും വിൽക്കുന്നവനും റിള വേണം, തൃപ്തി വേണം. ഇബ്നു മാജയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നമൽ ബൈഉ അൻ തറാൽ, കച്ചവടം തറാലി, പരസ്പരമുള്ള പൊരുത്തത്തോടു കൂടി മാത്രമേ ശരിയാവുകയുള്ളൂ എന്ന്. വിൽക്കുന്നവനും വാങ്ങുന്നവനും പൊരുത്തം വേണം. ആ പൂർണ്ണ സംതൃപ്തിയോടുകൂടി മാത്രമേ വിൽപ്പന സഹീഹാവുകയുള്ളൂ എന്ന് ഹദീസിലുണ്ട്. ഈ പൂർണ്ണമായ സംതൃപ്തി എന്നതാണെങ്കിൽ സംതൃപ്തി ഉള്ളിലുള്ള കാര്യമാണ്, ഒരുത്തൻ്റെ മനസ്സിലുള്ളതാണ്. റിള എന്ന് പറയുന്നത് പുറത്തേക്ക് കാണുന്നതല്ല, അത് ഉള്ളിലുള്ളതാണ്. പിന്നെ റിളാമീറ്റർ, തൃപ്തിയോമീറ്റർ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഒരാൾക്ക് തൃപ്തി ഉണ്ടോയെന്ന് മീറ്റർ വെച്ച് നോക്കാൻ പറ്റൂല. അപ്പൊ റിള എന്നുള്ളത് ഹഫിയായി കിടക്കുന്ന കാര്യമാണ്. ഫഅതുബിറ മാ യദുല്ലു അലൈഹി, ആ റിളയുണ്ട് എന്ന് അറിയിക്കുന്ന ഒന്ന് പരിഗണിക്കപ്പെടേണ്ടി വന്നു. മിനൽ ലഫ്ളി, അതെന്താ ലഫ്ള്? ഒരു തൊള്ളോണ്ട് പറയാം. അവിടെ ഇത് ഇമാം മഹല്ലിയുടെ ഇബാറത്താണ്. തുഹഫയിലും മുഗ്നിയിലും നിഹായിലും ഒക്കെ ഇതിന് തുല്യമായിട്ടുള്ള ഇബാറത്തുകളുണ്ട്. ഇവിടെ കല്ലൂബി എഴുതിയിട്ടുണ്ട് മിനൽ ലഫ്ളി എന്നതിന് ഐവ ഇനിന്തഫാഹു വ ബാത്തിനൻ എന്ന്. ഉള്ളിൽ തൃപ്തി ഇല്ലെങ്കിലും പുറത്തേക്ക് തൃപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒന്നുണ്ടായാൽ മതി. കാരണം നമുക്ക് പുറത്തെ നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ, ഉള്ളിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഒരാൾക്ക് വിൽക്കുന്നത് അവന് തൃപ്തിയില്ലാതെയാണ് വിൽക്കുന്നത്, എന്നാലും അവൻ വിറ്റു എന്ന് പുറത്തേക്ക് പറഞ്ഞാൽ അത് മതി. കാരണം അവന് റിളയുണ്ട് എന്ന് ബാഹ്യമായി മനസ്സിലാക്കാൻ അവൻ്റെ വാക്ക് കൊണ്ട് സാധിക്കും. വാക്ക് അതിനു വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ബാത്തിനിൽ തൃപ്തി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമല്ല. ലാഹിറിൽ അവൻ്റെ വാക്കുണ്ടായാൽ അത് മതി എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി റഹ്മഹുല്ല അവിടെ പ്രത്യേകമായി എഴുതിയിട്ടുള്ളത്. അവിടെ ഇങ്ങനെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വസയത്തി അന്നൽ ഇഷാറത്ത് മിനൽ അഖ്റസി കല്ലഫ്ളി. ഒരു അഖ്റസായ വ്യക്തി, സംസാരശേഷി ഇല്ലാത്തവൻ, അവന്റെ ഇഷാറത്ത് ലഫ്ള് പോലെ തന്നെയാണ്. കല്ലഫ്ളി മിൻ ഗൈരിഹി, മറ്റുള്ളവരുടെ ലഫ്ള് പോലെയാണ് എന്ന് ഇത് കല്ലൂബി പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അഖ്റസിന്റെ ഇഷാറത്ത് അത് ലഫ്ള് പോലെയാണ്. സംസാരിക്കാൻ കഴിവുള്ളവൻ വായ കൊണ്ട് പറയുന്നതിന് തുല്യമാണ് മറ്റവന്റെ ആംഗ്യഭാഷ എന്നർത്ഥം. അവിടെ റൗളയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ആ എഴുത്താണ് പരിഗണിക്കേണ്ടത് എന്ന്. وقضية كلامه كأصله أن كتابة الناطق كناية وكتابة الأخرس بالقرينة صريحة. قال المتولي إنما تعتبر إشارته إذا لم يقدر على كتابة مفهمة. ആംഗ്യം പരിഗണിക്കപ്പെടുക
അവന് ശ്രോതാവിന് തൻ്റെ കക്ഷിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലാണ് ഫൽ കിതാബത്തു ഹിയൽ മുഅ്തബറ. അങ്ങനെ എഴുതാൻ കഴിയുമെങ്കിൽ എഴുത്താണ് പരിഗണിക്കപ്പെടേണ്ടത്. ലിഅന്നഹ അൽബത്തു. കാരണം ഈ ആംഗ്യത്തെക്കാൾ കൂടുതൽ ഫിറ്റായിട്ടുള്ളത് എഴുത്താണ്. ആശയവിനിമയത്തിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ് ആംഗ്യത്തെക്കാൾ. ആംഗ്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് ആംഗ്യം കാണിക്കുക. ഇന്നിപ്പോൾ ആംഗ്യത്തിൻ്റെ ഒരു സാർവദേശീയമായിട്ടുള്ളൊരു ആംഗ്യഭാഷ നിലവിൽ വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ ചിലപ്പോൾ കുട്ടികൾ ജ്യൂസ് കൊടുന്നു തരും, ചിലപ്പോൾ കുട്ടികൾ ചുടുവെള്ളം കൊടുന്നു തരും, ചിലപ്പോൾ കുട്ടികൾ കട്ടൻ ചായ കൊടുന്നു തരും, ചിലപ്പോൾ പച്ചവെള്ളം കൊടുന്നു തരും. എന്തിനും ആകാം ഈ ആംഗ്യം കാട്ടിയത്. ജ്യൂസ് കൊടുന്നു തരിയെന്നും ആകാം, കട്ടൻ ചായ കൊടുന്നു തരിയെന്നും ആകാം. പക്ഷേ എനിക്കൊരു ജ്യൂസ് കൊണ്ടുവരൂ എന്ന് എഴുതി തന്നാൽ പിന്നെ പച്ചവെള്ളം കൊണ്ട് കഴിച്ചിലാകാൻ പറ്റൂലല്ലോ. അപ്പം എഴുത്താണ് കൂടുതൽ ആശയവിനിമയത്തിൽ ഏറ്റവും കൂടുതൽ ഫിറ്റായിട്ടുള്ളത്. എഴുത്തായതുകൊണ്ട് എഴുത്തിന് സാധിക്കുമെങ്കിൽ ആംഗ്യം പാടില്ല, ആംഗ്യം കൊണ്ട് നടക്കൂല എന്നാണ് റൗളയുടെ ഇബാറത്ത്. പക്ഷെ അതിനെ എതിർത്തുകൊണ്ട് ചില ഇബാറത്തുകളും ഉണ്ട്. ആംഗ്യഭാഷ തന്നെയാണ് ആംഗ്യം കൊണ്ട് സാധിക്കുമെങ്കിൽ എഴുത്തിനേക്കാൾ അതിനെ തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നൊക്കെ. അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എഴുത്തിനെക്കുറിച്ച് മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് എഴുത്ത് കിനായത്താണ് എന്നാണ്. കിനായത്തെന്ന് പറഞ്ഞാൽ ഉദ്ദേശത്തോടു കൂടി എഴുതിയതും ആകാം, അല്ലാതെ എഴുതിയതുമാകാം. രണ്ട് സാധ്യതയുള്ളതിനാണ് കിനായത്ത് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ ആശയം അറിയിക്കാൻ വേണ്ടി എഴുതിയതും ആകാം, അല്ലെങ്കിൽ പുതിയൊരു പെണ്ണ് വാങ്ങിയാൽ നമ്മളിങ്ങനെ അതുകൊണ്ട് എഴുതി വെക്കുന്നത് എഴുതുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ എഴുതണ പേന തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി എഴുതിയതും ആകാം. അതിപ്പോൾ എന്നത് എഴുതണം എന്നൊന്നുമില്ലല്ലോ. എഴുത്ത് പേന ശരിക്കും പിടിക്കണുണ്ടോ എന്നറിയാം. എന്നത് എഴുതണം എന്നൊന്നുമില്ല. തെല്ലത്ത് സൗജത്തിന്ന് എഴുതിയാലും, അല്ലെങ്കിൽ ബീത്തു ഖഹാദ എന്ന് എഴുതിയാലും, അല്ലെങ്കിൽ വെറും മത്തങ്ങ എന്ന് എഴുതിയാലും ഒക്കെ പേന പരിശോധിക്കാൻ പറ്റും. അപ്പൊ പേന പരിശോധിക്കാൻ, അല്ലെങ്കിൽ മഷി കളർ ഉണ്ടോ നോക്കാൻ, ഇത് ഏത് കളറാണ് എന്നറിയാൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾക്കും എഴുത്ത് പറ്റുന്നത് കൊണ്ട് അത് ആ എഴുത്തിൻ്റെ ഉള്ളടക്കത്തിനെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് എഴുത്ത് കിനായത്തായത്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് എഴുത്ത് കിനായത്തല്ല, അവിടെ എഴുത്ത് സരീഹ തന്നെയാണ്. ഖൗലുഹു മാ യഖ്തളി എന്ന കിതാബത്തുൽ അഖ്റസി എന്നതിൻ്റെ ശറഹിൽ അബ്ബറ റൗളു ബിമാ യഖ്തളി ദാലിക വസ്തലഹറഹു ശൈഖുൽ ഇസ്ലാം ഫഖാല ഫീ ശറഹിഹി വഖളിയത്തു കലാമിഹി കാസ്ലിഹി എന്ന കിതാബത്തുൻ നാതിഖി കിനായത്തുൻ. ഒരു നാത്തിക്ക് സംസാരിക്കാൻ കഴിവുള്ള ആൾ എഴുതിയാൽ അത് കിനായത്താണെന്നാണ് അതുകൊണ്ട് വരുന്നത്. കാരണം അഖ്റസിന്റെ കിതാബത്താണ് ശരിയായത്താണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സംസാരിക്കാൻ കഴിയുന്നവൻ എഴുതിയാൽ എങ്ങനെയാലും കിനായത്ത് ആകുള്ളൂ. അപ്പൊ കിതാബത്തുൽ അഖ്റസി ബിൽ ഖരീനത്തി സരീഹത്ത്. അഖ്റസ് ആണെങ്കിൽ, സംസാരശേഷി ഇല്ലാത്തവനാണെങ്കിൽ, ഖരീനത്തുണ്ടെങ്കിൽ, സാഹചര്യം അറിയിക്കുന്നുണ്ട്, ഓൻ അത് ആശയവിനിമയത്തിന് വേണ്ടി എഴുതിയതാണ്, പേന പരിശോധിക്കാനല്ല, മഷിയുടെ കളറ് നോക്കാനല്ല, അതൊരാവശ്യത്തിന് വേണ്ടി എഴുതിയതാണ് എന്നതിന് അവിടുത്തെ സാഹചര്യം അറിയിക്കുന്നുണ്ടെങ്കിൽ സരീഹത്തുൻ, അത് സരീഹ തന്നെയാണ്, അത് വ്യക്തമാണ്, അത് വാക്ക് പോലെ തന്നെയാണ് എന്ന് വഹുവ ലാഹിറുൻ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം അവറുകൾ അവിടെ പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യ തെളിവ് കൊണ്ട് അത് പേന പരിശോധിക്കാനല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സരീഹായ വാക്കിന് തുല്യമാണെന്ന് ഫുഖഹാ പല സ്ഥലത്തും ലമാനിന്റെ ബാബിലും ഒക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. സയ്യിദ് ഉമർ 5/243 പറഞ്ഞിട്ടുണ്ട്, ഈ ആനത്ത് 3/317 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഇബാറത്തുകളിലും ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബാങ്ക് ഇടപാടുകളിലൊക്കെ സാധാരണ ഒരു അവിടെ ഈജാബും കബൂലും ഒന്നുമില്ല, അവിടെ നമ്മൾ അഖദിൽ ഷർത്താക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പലിശക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞവർക്ക് ഇവിടെയാണ് അബദ്ധം പറ്റിയിട്ടുള്ളത്. അവിടെ ശരിക്ക് അഖദ് നടക്കുന്നത് എഴുത്ത് മുഖേനയാണ്. എഴുത്ത് മുഖേനയുള്ള അഖദാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ അഖദ് എഴുത്തും അല്ല, ഇപ്പം കമ്പ്യൂട്ടറായി. ഇപ്പം പലിശ വേണോ വേണ്ടേ എന്നൊക്കെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു
ഒരു ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പലിശ വേണോ വേണ്ട, ഇപ്പോൾ ഒക്കെ മാനുവലായിട്ടല്ല, ഒക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ബാങ്കുകളൊക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ സ്വയം അവനവൻ്റെ അക്കൗണ്ടിലേക്ക് പലിശ വരുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് ബാങ്കുകളിലൊക്കെ നിലനിൽക്കുന്നത്. അത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ പലിശ വേണ്ടെങ്കിൽ ആ ക്ലിക്ക് ഒഴിവാക്കണം. ഒരു ശരിയിട്ടിട്ടുണ്ടാകും ഒരു കുളത്തിൽ, പലിശ വേണോ വേണ്ടേ. ആ ക്ലിക്ക് ഇട്ടാൽ പലിശ വരും, ആ ക്ലിക്ക് ഒഴിവാക്കിയാൽ പലിശ ഇട്ട് വരില്ല. എന്നിട്ട് അത് അവിടെ ക്ലിക്ക് ചെയ്ത് പലിശ വേണമെന്ന് പറയും ചെയ്യുക. എന്നിട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ അത് മറ്റേ കിടങ്ങി ഉസ്താദ് പണ്ട് പറഞ്ഞിരുന്നു, ഈ സൂത്രക്കാരൊക്കെ കുപ്പിയിലാക്കി നരകത്തിലിടും. അല്ലാഹു തആലക്ക് പറയാലോ, ഞാൻ അന്ന നരകത്തിലിട്ടാ ഞാൻ എൻ്റെ കുപ്പി ഇട്ടിട്ടുള്ളൂ, കുപ്പിയിലാക്കി നരകത്തിലിടാൻ ഒരു തമാശക്ക് പറയുന്ന ഒരു ശൈലിയാണത്. അതേമാതിരി ഞാൻ പലിശ ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾ ഒരു ക്ലിക്ക് ഇട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പലിശ അത് വാക്കാൽ പലിശ വേണം എന്ന് പറയുന്നതിനേക്കാൾ വളരെ ബലിഷ്ഠമായിട്ടുള്ള, ഈ രണ്ടു കൂട്ടർക്കും ഒരിക്കലും പിന്മാറാൻ കഴിയാത്ത വിധം വളരെ ശക്തിമത്തായ നിബന്ധനയോട് കൂടിയിട്ടുള്ള ഇടപാട് തന്നെയാണ് ബാങ്കുമായിട്ട് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഈ ട്രേഡിംഗ് രംഗത്ത് ഇന്നത്തെ കമ്പ്യൂട്ടർ ഉപയോഗമൊക്കെ. ഇവിടെ ബായവും മുസ്തരിയും തമ്മിൽ ആ ക്ലിക്കിലൂടെ ഈജാബും കബൂലും നടത്തുമ്പോൾ ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധം അവരുടെ ആ തെരഞ്ഞെടുപ്പ്, ആ വിൽപ്പനയെ ഇവൻ തെരഞ്ഞെടുത്തതും വാങ്ങലിനെ വാങ്ങുന്ന ആൾ തിരഞ്ഞെടുത്തതുമൊക്കെ കാലാകാലവും അവിടെ സ്ഥിരപ്പെടുന്നതും രണ്ടു കൂട്ടർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന സരീഹായ വാക്ക് എന്ന് പറഞ്ഞ വാക്ക്, ഒരു മുക്കല്ലഫായ മനുഷ്യൻ, ഒരു പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു വില ഉണ്ട് എന്നത് മാത്രമാണ് വാക്കിനുള്ള പ്രത്യേകത. ഇന്ന് അങ്ങനെയല്ല. ഈ ആ വാക്കിനെ വാക്കാൽ ബാങ്കിനോടോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡുകാരോടോ വാക്കാൽ എന്ത് പറയുന്നതിന് യാതൊരു പരിഗണനയില്ല. അതിൻ്റെ നിയമം തന്നെ അങ്ങനെയാണ്. അവിടെ വാക്കിൽ ഇപ്പം നമ്മളൊരു 1 കോടി റുപ്യ ബാങ്കിൽ കൊണ്ടുപോയിട്ടു, എന്നിട്ട് നമ്മളവിടെ ചെന്നിട്ട് പറയണം എനിക്കൊരു 5000 റുപ്യ വേണം, 1 കോടി റുപ്യ ഉണ്ട് നമ്മളത് അവിടെ, എനിക്കൊരു 5000 റുപ്യ വേണം എന്ന് വാക്കാൽ പറഞ്ഞ പോലെ 5000 റുപ്യ വരുമോ? ഒരിക്കലും തരൂല. അത് തരണമെങ്കിൽ അതിൻ്റെ റൂട്ടിലൂടെ അത് ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ ചെക്ക് മുഖേന അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നാം അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാർഗത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. വാക്കാൽ പറഞ്ഞത് കൊണ്ട് കിട്ടൂല. കാരണം ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ അതിൽ അടിച്ചു കൊടുക്കുന്നതോടുകൂടി അതവിടെ അനിഷേധ്യമായ നിലക്ക് അതവിടെ പതിഞ്ഞു കഴിഞ്ഞു. അവർ നമുക്ക് തരുന്ന ആ പാസ്വേഡ് ഉപയോഗിച്ച്, ആ രഹസ്യ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ക്ലിക്ക് ചെയ്ത് നമ്മൾ സംഖ്യ രേഖപ്പെടുത്തി അത് പിൻവലിച്ചാൽ, വിത്ഡ്രോ ചെയ്താൽ പിന്നെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല എന്ന്. മറ്റേ വാക്ക് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളിന്ന് വാങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ നിഷേധിച്ചു നോക്കാം. അങ്ങനെ പണ്ട് നിഷേധിച്ചിരുന്ന ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടല്ലോ. ഇപ്പം അതിനൊന്നും പറ്റാത്ത വിധത്തിൽ അതവിടെ രേഖപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ മുമ്പ് വാക്കിനാൽ ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ ഇരട്ടി ബലിഷ്ഠമായിട്ടുള്ള ഈജാബും കബൂലുമാണ് ഈ രംഗത്ത് നടക്കുന്നത് എന്നതുകൊണ്ട് മാ യദുല്ലു അല റിള എന്നാണ് സീഗനെ കുറിച്ച് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് അഖ്റസാകുമ്പോൾ കിതാബത്ത് മതി, ഇഷാറത്ത് മതി എന്നൊക്കെ പറയുമ്പോൾ ആ റിളയുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ആവശ്യം. ഇപ്പം നിയമപരമായി നോക്കുമ്പോൾ എല്ലാവരും അഖ്റസുകളാണ് അല്ലെങ്കിൽ മുക്കറഹുകളാണ്. എഴുത്ത് മുഖേനയോ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംവിധാനത്തിൽ നമ്മൾ ഇടപാടിൽ നിൽക്കുമ്പോൾ നമ്മളവിടെ ഒന്നിരിക്കൽ മുക്കറഹ്യങ്ങളാണ് അല്ലെങ്കിൽ നിയമപരമായ അഖ്റസുകളാണ്. നിയമപരമായി അഖ്റസ് നമുക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷേ സംസാരത്തിന് വിലല്ല, സംസാരിച്ച കാര്യമല്ല. അപ്പോൾ അവിടെ ഒന്നിരിക്കൽ ഇക്റാഹ് ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ നിയമപരമായ കാനൂനിയായ അഖ്റസ് എന്നോ ആണ് ഈ ഇടപാടുകാരെ കുറിച്ച് പറയേണ്ടത്. അഖ്റസിന്റെ കിതാബത്ത് അത് സരീഹാണ് എന്ന് ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഈജാബും കബൂലും ഇല്ല എന്നതിൻ്റെ പേരിൽ ഈ ഓൺലൈൻ ട്രേഡിങ്ങിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ ഓൺലൈനായിട്ട് ആണെങ്കിലും അവിടെ നടക്കുന്ന ആ ക്ലിക്കിങ്ങിലൂടെ പിന്നെ ഈജാബും കബൂലും അവിടെ ഫസല് വരൂലേ, ഈജാബ് അവിടെ ചെയ്തിട്ടൊക്കെയായിരിക്കും ഓൺലൈനിൽ. ആമസോൺ പോലുള്ള ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നമ്മൾ കയറിയിട്ട് അവിടെ ഈജാബ് വന്നിട്ട് നടത്തിയിട്ടിരിക്കുക, ലോകരോട് മുഴുവനും ഈജാബ് നടത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം ഫസല് വന്നില്ലേ എന്നുള്ളതാണ് വേറൊരു കാര്യം.
ഈജാബിന്റെ കബൂലിന്റെ ഇടയിൽ ഫസൽ പാടില്ല എന്നുണ്ട്. അവിടെ ഫസലൊന്നും വരൂല. കാരണം അതൊരു സംവിധാനമാണ്. ലോകത്തുള്ള ആർക്കും അവരുടെ ഉൽപ്പന്നത്തിനെ കബൂൽ ചെയ്യാൻ വേണ്ടി ആർക്കും വരാം. അങ്ങനെ കബൂൽ ചെയ്യാൻ വേണ്ടി ഒരാള് അവരുടെ സൈറ്റ് തുറന്ന് കബൂൽ ബട്ടൺ അടിച്ചു കൊടുത്താൽ ഉടനെ അവർ പേയ്മെന്റിനുള്ള ഇത് തുറന്നു തരും. അപ്പൊ നമ്മള് പേയ്മെന്റിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാങ്കിലായിരിക്കും അക്കൗണ്ട് ഉണ്ടാകുക, ക്യാഷ് ഉണ്ടാകുക ബാങ്കിലായിരിക്കും. അപ്പൊ ബാങ്കിൽ നിന്ന് നമുക്കൊരു വൺ ടൈം പാസ്വേഡ്, ഒരു OTP അപ്പൊക്ക് മാത്രം 1 മിനിറ്റ് മാത്രം, ചില ബാങ്കുകളുടെ 1/2 മിനിറ്റ് മാത്രമൊക്കെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ. 1 മിനിറ്റ് മാത്രം നിലനിൽക്കുന്ന ഒരു വൺ ടൈം പാസ്വേഡ് ബാങ്ക് നമുക്ക് തരും. ആ 1 മിനിറ്റിനുള്ളിൽ അവർ തരുന്ന നമ്മളെ മൊബൈലിൽ മെസ്സേജ് തരികയാണ് ചെയ്യുക. ആ മൊബൈലിൽ വന്ന മെസ്സേജ് അനുസരിച്ച് ആ പാസ്വേഡ് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ, എന്നിട്ട് നമ്മൾ സംഖ്യ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് മാറുള്ളൂ. അപ്പം നമ്മളെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുക്കുന്നതിനേക്കാൾ വളരെ സുരക്ഷിതമായ നിലക്ക്, പിന്നെ ആരെങ്കിലുമൊക്കെ അതിലേറെ വലിയ ആൺകുട്ടികൾ വന്നിട്ട് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്നൊക്കെ വരും കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ നമ്മുടെ ബാങ്കിലുള്ള പൈസ മുഴുവനും അങ്ങനെ ആൺകുട്ടികൾ അടിച്ചുകൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമല്ല. ഇവിടെ നാം ചെയ്യുന്ന പേയ്മെന്റ് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ആ വൺ ടൈം പാസ്വേഡിലൂടെ നാം അടിച്ചു കൊടുക്കുമ്പോൾ അത് അവിടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അങ്ങനെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഓക്കെ ബട്ടൺ അടിക്കുമ്പോൾ മാത്രമാണ്, അത് സബ്മിറ്റ് ചെയ്തു എന്ന നിലയ്ക്ക് അവർ ബട്ടൺ അടിക്കുമ്പോൾ മാത്രമാണ് ആ ഡെലിവറി നടക്കുന്നത്. പിന്നെ കൊറിയറിലൂടെ നമുക്ക് ആ സാധനം കൊണ്ടു തരുകയും ചെയ്യും. അപ്പം അവിടെ നിന്നും ശരഈന് വിരുദ്ധമായിട്ട് യാതൊന്നും നടക്കുന്നില്ല. പിന്നെ മബീഇന്റെ ഷർത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് റുഅയത്ത് എന്നത്, വസ്തുവിനെ കാണണം എന്നത്. അവിടെയാണ് ചിലർക്ക് ഇഷ്കാലം ഉണ്ടാകുക. ഇത് നമ്മൾ വസ്തു കാണുന്നില്ലല്ലോ. അപ്പം നമ്മൾ മൊബൈലിന് ആമസോണിൽ നമ്മളൊരു മൊബൈലിന് ബുക്ക് ചെയ്തു. ആ മൊബൈൽ ബുക്ക് ചെയ്തിട്ട് ആ മൊബൈൽ നമ്മൾ ആ മൊബൈൽ കാണാതെയാണ് കച്ചവടം ചെയ്യുന്നത്. റുഅയത്ത് എന്നതാണെങ്കിൽ മബീഇന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് താനും. ഇവിടെയാണ് പലർക്കും സംശയം ഉണ്ടാകുക. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റുഅയത്ത് ഷർത്താക്കിയിട്ടുള്ളത് മുഅയ്യനായ വസ്തുവിനെ വിൽക്കുന്നിടത്താണ്. ദിമ്മത്തിൽ ഒരു വസ്തുവിനെ വിൽക്കുന്നിടത്ത് അങ്ങനെ ഷർത്തില്ല. അവിടെ ഷർത്തുള്ളത് വസ്ഫ് പറയലാണ്. എങ്ങനെയുള്ള വസ്തുവായിരിക്കണം. ഒരു മൊബൈലിൽ നിന്നല്ല നമ്മൾ ഓർഡർ ചെയ്യുക. അത് ഏത് മൊബൈലാണ്, ഏത് കമ്പനിയാണ്, അതിൻ്റെ കപ്പാസിറ്റി എന്താണ്, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ ക്യാമറ എത്ര പിക്സൽ ഉള്ളതായിരിക്കണം, അതിൻ്റെ ഇൻറ്റേർണൽ കപ്പാസിറ്റി എത്രയുണ്ട് പോലുള്ള, എത്ര സിം ഉപയോഗിക്കാൻ പറ്റിയതാണ് പോലെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും, ഒരു മൊബൈലിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഷർത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശേഷണങ്ങളിലൂടെ ആ വസ്തുവിനെ അറിയിക്കലാണ് സിമ്മത്തിൽ ഒരു വസ്തുവിനെ, ഉത്തരവാദിത്തത്തിൽ ഒരു വസ്തുവിനെ വിൽക്കുന്നിടത്ത് ആവശ്യമായിട്ടുള്ളത്. അവന്റെ ഉത്തരവാദിത്തത്തിൽ വർണ്ണിക്കപ്പെട്ട ഒരു വസ്തുവിനെ വിൽക്കുക. അവിടെ കാണൽ ഷർത്തില്ല. അതിന് സെലം എന്നാണ് ഫിഖിന്റെ ഭാഷയിൽ പറയുന്നത്. അപ്പൊ ഈ ആമസോണിലൂടെയൊക്കെ നമ്മൾ നടത്തുന്നത് സെലമാണ്. സെലം അല്ലാതെ മുഅയ്യനായ വസ്തുവിനെ വിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ 4 കൊല്ലം ഉപയോഗിച്ചൊരു മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്. ആ മൊബൈൽ ഞാൻ വിൽക്കുകയാണ് എന്ന് പരസ്യം ചെയ്തു. ഓൺലൈനിൽ പരസ്യം ചെയ്യാപ്പോൾ ധാരാളം പരസ്യ സൈറ്റുകളുണ്ട്. അങ്ങനെ കാറും അവനാൻ്റെ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ വിൽക്കുന്നുണ്ട്. അതൊരു മുഅയ്യനായ വസ്തുവാണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന കാർ ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇന്ന കളറിലുള്ളതാണ്, ഇന്ന കമ്പനിയാണ്, അങ്ങനെ എൻ്റെ കസ്റ്റഡിയിലുള്ള കാറ് ഞാൻ വിൽക്കുകയെന്ന് പറയുമ്പോൾ മുഅയ്യനെ വിൽക്കലായി. നേരെ മറിച്ച് നമ്മളൊരു കാറിന് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ കാറ് ഇന്ന കളറ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്യുന്നിടത്ത് അവിടെ ഒരു നിശ്ചിത കാറല്ല, അവിടെ ഷോറൂമിലുള്ള ഏതെങ്കിലും ഒരു കാറ് നമുക്ക് എടുത്തു തരികയാണ് ചെയ്യുക. അതോടെ സിമ്മത്തിൽ വരെ ഉത്തരവാദിത്വത്തിൽ ഏൽക്കുകയാണ്. അതിന് സെലം എന്നാണ് പറയാം. മുഅയ്യനായ വസ്തു സെക്കൻഡ് ഹാൻഡ് ആയ കാർ, ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറ് ഞാൻ വിൽക്കുകയാണ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ കാണൽ ഷർത്താണ്. അവിടെ കണ്ട് ആൾക്ക് തൃപ്തിപ്പെട്ടെങ്കിൽ മാത്രമേ വിൽപ്പന ശരിയാവുള്ളൂ. കാണാതെ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് കൊണ്ടോ മറ്റോ
വിൽപ്പന നടത്തിയാൽ ആ വിൽപ്പന സഹീഹാവുകയില്ല. അതുപോലെ തന്നെ മിസ്ത്രിയൊക്കെ പ്രായപൂർത്തിയും ബുദ്ധിയെത്തിയവരായിരിക്കണം എന്നും ഷർത്തുണ്ട്. അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ടുണ്ടായ ഷർത്തല്ല, അത് ഓഫ്ലൈൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേർക്കുനേരെ കച്ചവടം ചെയ്യുന്നിടത്തും പ്രായപൂർത്തിയും ബുദ്ധിയൊക്കെ ഷർത്താണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരു കുട്ടി സാധനത്തിന് വരുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താനൊന്നും നമ്മൾ നിൽക്കാറില്ല. പക്ഷെ അതൊക്കെ പ്രശ്നമായി വരികയാണെങ്കിൽ, അവന് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ കച്ചവടം ക്യാൻസലാക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഓൺലൈനായിട്ടുള്ള കച്ചവടത്തിലും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ കിനായത്ത് കൊണ്ട് ശരിയാകുന്ന ഇടപാടുകളും ശരിയാകാത്ത ഇടപാടുകളുമുണ്ട്. കിനായത്താണ് സാധാരണഗതിയിൽ കിതാബത്ത്. പക്ഷെ സാഹചര്യ തെളിവ് കൊണ്ട് ഖറായിന് കൊണ്ട് ശരീഹാകുന്നതാണ് കിതാബത്ത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണ കിതാബത്ത് എന്ന് പറയുന്നത് പേന പരിശോധിക്കാനും മഷി പരിശോധിക്കാനും ഒക്കെ ആയതുകൊണ്ട് അത് കിനായത്താണ്. അവിടെ രണ്ട് സാധ്യതയുണ്ട്. പേന പരിശോധിച്ചതാകാനും സാധ്യതയുണ്ട്, അതിൻ്റെ ഉള്ളടക്കം ഉദ്ദേശിച്ച് എഴുതിയതാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രണ്ട് സാധ്യത ഉള്ളിടത്താണ് കിനായത്താകുക. നേരെ മറിച്ച് ഒരൊറ്റ സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിൽ ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് നമ്മളവിടെ മെസ്സേജ് ചെയ്യുന്നിടത്ത് അവിടെ അവൻ്റെ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ കളർ എങ്ങനെ ആകുമെന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നോ പറഞ്ഞാൽ അതിന് വിലപ്പോവില്ല. ബാങ്കിൽ ചെന്ന് നമ്മളവിടെ ഫോറം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ എൻ്റെ പേന എഴുതുമോ നോക്കിയതാണ്, അല്ലെങ്കിൽ പേനൻ്റെ മഷിൻ്റെ കളർ എന്താണ് നോക്കിയതാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കൂല. അപ്പം അവൻ ബാങ്കിൽ കയറി ചെന്ന് അവിടുന്ന് ഫോറം വാങ്ങിയത് പൂരിപ്പിച്ചു കൊടുത്തു എന്നത്, അല്ലെങ്കിൽ അതുപോലുള്ളൊരു സൈറ്റിൽ കയറിയിട്ട് അവൻ അതിന് മെസ്സേജ് ചെയ്തു എന്നത് ആ സാഹചര്യം അറിയിക്കുന്നുണ്ട് അവൻ അതിൻ്റെ ഉള്ളടക്കം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന്. മറിച്ച് പേന വാങ്ങുമ്പോൾ ഓൻ ഇങ്ങനെ എഴുതിയാൽ, ഇപ്പോൾ അവൻ്റെ തലക്ക് ചോദിച്ചെത്തിന്ന് എഴുതിയാൽ ഞാൻ തലാക്കെല്ലാം വേണ്ടി എഴുതിയതല്ല, ഞാൻ എൻ്റെ പേന എഴുതിയാൻ നോക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. നേരെ മറിച്ച് സാഹചര്യം കൊണ്ട് അവൻ തലാക്ക് ചെല്ലാൻ വേണ്ടി മാത്രമാണത് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവിടെ ഞാൻ അത് പേന പരിശോധിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അതുപോലെ തന്നെയാണ് സാഹചര്യം കൊണ്ട് ഇത് ഏത് കിനായത്തും സാഹചര്യം കൊണ്ട് അത് ശരീഹായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിതാബത്ത് മുഖേനയാണെങ്കിലും മെസ്സേജിങ് സിസ്റ്റത്തിലൂടെയാണെങ്കിലും ഒക്കെ ആ ഇടപാടുകൾ സഹീഹാകാൻ ഈ ലഫ്ള് കൊണ്ട് സാധിക്കുന്നത് പോലെയോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തമായ നിലക്കോ ഈ ട്രേഡിംഗ്, ഓൺലൈൻ ട്രേഡിങ്ങും ശരിയാകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ രംഗത്ത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില ചതികൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതാണ്. ഈ നിലക്ക് സെലമ് എന്നത് ഓൺലൈനിലൂടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷെ ഇന്ന് ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള പല കമ്പനികളുമുണ്ട്. കമ്പനി എന്ന് പറയാനുള്ളൂ, അതൊരു കമ്മിറ്റിയാണ്. ഏതെങ്കിലും ഒരു വിരുദ്ധന്റെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ്. പല പേരിലും ഇന്ന് ചില നെറ്റ് മാർക്കറ്റിംഗ്, വലവീശൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാള് രണ്ടാളെ ചേർക്കുക, അവര് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് അവർ രണ്ടാളെ ചേർക്കുക, ലെഫ്റ്റിലും റൈറ്റിലും എന്ന് പറഞ്ഞിങ്ങനെ പെയർ കമ്മീഷൻ നിശ്ചയിച്ചു കൊണ്ടുള്ള ഇടപാടുകൾ. ഇതിൽ വളരെയധികം ഇതിപ്പം ഇന്ന് ഈ പ്രസംഗം ചിലപ്പോൾ ഓൺലൈനിൽ കേട്ടിട്ട് ഇന്ന് തന്നെ ചിലപ്പോൾ ആരെങ്കിലും വിളിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പ്രസംഗം കഴിഞ്ഞാലൊക്കെ ഇതിലേറ്റ് ഓടി നടക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ, ജനങ്ങളെ പറ്റിക്കാതിരിക്കാൻ. അവരതിൽ പെട്ടുപോയതാണ്, നമ്മളതൊരു കുറ്റം പറയാൻ പറ്റൂല. അത് ഞങ്ങളെ കമ്പനി അങ്ങനെയല്ല, ഞങ്ങളെ കമ്പനി അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയും. പക്ഷേ ഈ പെയർ കമ്മീഷൻ എന്ന നിബന്ധന വെക്കലോടുകൂടി നാം മനസ്സിലാക്കേണ്ടത്, ആ ഷർത്ത് വെക്കലോടുകൂടി 99.5% ആളുകളും ഈ പറയുന്ന വിധത്തിൽ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും അതിലുണ്ടാവുക എന്ന്
ഏതൊരാളുടെ മുന്നിലും കണക്ക് മുഖേന തെളിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. കണക്ക് മുഖേന. അത് ന്യായം പറഞ്ഞതിനെ കൊണ്ട് കണക്ക് 5 6 ആവില്ല. 5 എങ്ങനെ കൂട്ടിയാലും, എഞ്ചിനീയർ കൂട്ടിയാലും, മൂലിയർ കൂട്ടിയാലും, നാടൻ കൂട്ടിയാലും ഒക്കെ 5 കൂട്ടിയാൽ 10 വരുള്ളൂ. അത് 5 കൂട്ടിയാൽ 6 എന്ന് ആരെക്കൊണ്ടും സ്ഥിരപ്പെടുത്താൻ കഴിയില്ലല്ലോ. അതുപോലെ കണക്ക് കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയും. ഈ ഓൺലൈൻ മാർക്കറ്റുകളിലെ ഇന്നത്തെ ഈ ബൈനറി സിസ്റ്റത്തിൽ നടക്കുന്ന ബിസിനസ്സുകൾ അത് മുഴുവനും ചതിക്കുഴികളാണ്. എൻ്റെ അറിവിൽപ്പെട്ടത്. ഇനിയിപ്പോൾ എൻ്റെ അറിവിൽപ്പെടാത്ത ഏതെങ്കിലും ചതിക്കുഴി ഇല്ലാത്ത വല്ലതും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ട് ചില ആൾക്കാർ വിളിക്കും, ഞങ്ങളതിൽ അങ്ങനെ എല്ലാവരും കണ്ട്. പിന്നെ അടുത്തിരുന്ന് സംസാരിച്ച് നോക്കുമ്പോൾ അതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു അരിഷ്ട കച്ചവടം ഇറങ്ങിയിട്ടുണ്ട്. പ്രമേഹത്തിനും മറ്റുമൊക്കെ ഉള്ള മരുന്നാണ്. അരിഷ്ടത്തിന് ഒരു അരിഷ്ട കുപ്പിക്ക് 3000 രൂപ. ഈ അരിഷ്ടക്കുപ്പി ആരെങ്കിലും വാങ്ങിയാൽ അവനത് വിൽക്കാനുള്ള ഒരു ഏജൻസി, വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ നമുക്കിപ്പോൾ ഒരു മരുന്ന് ഷാപ്പ് തുടങ്ങണമെങ്കിൽ നല്ല പറ്റിയ ഏരിയയിൽ നല്ലൊരു പീഡിയ റൂം വേണം. അതിന് മാസ വാടക കൊടുക്കണം, മിക്കവാറും അഡ്വാൻസും കൊടുക്കേണ്ടി വരും, ഒരുപാട് മുതൽ മുടക്കേണ്ടി, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിലേ നമുക്കൊരു മരുന്ന് പീഡിയ തുടങ്ങാൻ കഴിയുള്ളൂ. പക്ഷേ 3000 രൂപ കൊടുത്ത് ഈ അരിഷ്ടക്കുപ്പി വാങ്ങലോട് കൂടിയിട്ട് നമുക്കതിൻ്റെ ഒരു ഏജൻസി, ഒരു ഫ്രാഞ്ചൈസി നമുക്ക് ഓപ്പൺ ആകുകയാണ്. അത് ഓൺലൈനിലാണ് ഓപ്പൺ ആകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ അരിഷ്ടം വിൽക്കുന്നത്. നമ്മളെ കൂട്ടത്തിലും ചിലപ്പോൾ ആരെങ്കിലും അതിൻ്റെ കച്ചവടക്കാരുണ്ടായിക്കൂടായൊന്നുമില്ല. ഇന്നിപ്പോൾ വ്യാപകമായിട്ട് നടക്കേണ്ടത് 3000 രൂപ. അതെങ്ങനെ 3000 രൂപ എടുത്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അരിഷ്ടം വാങ്ങുമോ എന്ന് ചോദിച്ചാൽ, ആ 3000 രൂപ മാത്രമല്ല, ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഈ മരുന്ന് വളരെ ഫലവത്തായിട്ടുള്ള മരുന്നാണ്. ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പല ആളുകളുടെയും പ്രമേഹം ഇതുകൊണ്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. പല ആളുകളുടെയും പ്രഷർ മാറിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. എന്ന് മാത്രമല്ല, ഓട്ടോറിക്ഷ നടന്നിരുന്ന ആള് ഇന്നിപ്പോൾ BMW നടക്കണത്. ഈ അരിഷ്ടം വിറ്റിട്ട് ലാഭം ഉണ്ടാക്കിയിട്ട്. മൂപ്പര് ഓട്ടോറിക്ഷയ്ക്ക് നടന്നിരുന്ന ആളാണ്. ഇപ്പം ഒരു BMW ആണ് മൂപ്പര് ഉപയോഗിക്കുന്നത്. ആ നിലക്ക് നമുക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അരിഷ്ടം വിൽക്കുന്നത്. 3000 രൂപ എടുത്തിട്ട് ഈ അരിഷ്ടം വാങ്ങിയാൽ അവന് അതിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയ ഫലമായി. അപ്പം പിന്നെ അവൻ മുഖേന ആ അരിഷ്ടം മറ്റാർക്കെങ്കിലും വിറ്റാൽ അതിൽ നിന്നൊരു വിഹിതം അവന് കിട്ടും. അവൻ മുഖേന വേറെ ആൾ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടും. അങ്ങനെ അവൻ്റെ ആ ശൃംഖല താഴോട്ട് എത്ര പോയാലും അവരൊക്കെ വിൽക്കുന്നതിൽ നിന്നൊരു വിഹിതം ഇവന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെന്താ 3000 രൂപ കൊടുക്കണേന് എന്ന് വിചാരിച്ചിട്ടാണ് 3000 കൊടുക്കണത്. അല്ലാതെ പ്രമേഹം മാറാൻ ആരും 3000 രൂപ എടുത്തി അരിഷ്ടം വാങ്ങൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടി ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് കാണുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഈ പൈസ വിചാരിച്ചിട്ടൊന്നുമല്ല, ഈ മരുന്നിന് വേണ്ടി തന്നെയാണ് അത് വാങ്ങിയിട്ടുള്ളത് എന്ന് ആരെങ്കിലും പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒക്കെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തൻ്റെ മുന്നിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ, അമേരിക്കയിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ നിരാക്ഷേപം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ബിസിനസ് രൂപമാണ് ഈ MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസ് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ നെറ്റ് പരിശോധിച്ചാൽ അറിയാം, ലോകരാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളും ഈ ബിസിനസ് നിരോധിച്ചിട്ടുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിരോധിച്ചിട്ടുണ്ട്. പല രാഷ്ട്രങ്ങളും 10-60 രാഷ്ട്രങ്ങളുടെ പട്ടിക നെറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും നിരോധിക്കൂലല്ലോ. ടാക്സ് കൊടുക്കാനൊക്കെ തയ്യാറായാൽ ബോംബെയിലൊക്കെ ചുവന്ന തെരുവ് എന്ന് പറഞ്ഞിട്ട് തെരുവിനുണ്ടല്ലോ ലൈസൻസോട് കൂട്ടിയിട്ട് നടക്കണേ. ലൈസൻസ് ഫീ കിട്ടുമെങ്കിൽ നമ്മൾ എന്തിനും അനുവാദം കൊടുക്കും. ഇവിടെ നടക്കുന്നത് ഒരു കാര്യം പ്രായോഗികമായിട്ടുള്ളതിൻ്റെ ഒരു ഫിഖൊന്നല്ല, പ്രായോഗികമായിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോൾ ഞാൻ 2 ആളെ ചേർത്തു. എൻ്റെ താഴെ 1-ാം ലൈനിൽ 2 ആള്, പിന്നെ 2-ാം ലൈനിൽ ആ 2 ആള് ഈ 2 ആളുകളെ ചേർത്തു. ആളെ ചേർക്കുക എന്ന് പോലും പറയാൻ സമ്മതിക്കില്ല. ഇത് ആളെ ചേർക്കല്ല,
അരിഷ്ടം വിൽക്കുകയാണ്, അങ്ങനെയാണ് അവർ പറയാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്തു, 2 ആൾക്ക് അരിഷ്ടം വിറ്റു. 3000 റുപ്യ വീതം എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും. അങ്ങനെയാണ് ബൈനറി സിസ്റ്റം. ലെഫ്റ്റിലും റൈറ്റിലും ഓരോരുത്തരെ, അതിന് സൈറ്റിൽ അങ്ങനെയാണ്, ഒരാളെ റൈറ്റിലും ഒരാളെ ലെഫ്റ്റിലും ചേർക്കാനാണ് അതിൽ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ലെഫ്റ്റിലും റൈറ്റ് വെച്ച് ഞാൻ 2 ആളെ ചേർത്തു. അപ്പം എൻ്റെ 1-ാം ലൈനിൽ 2 ആൾ വന്നു. ഇനി അവരുടെ താഴെ അവരും ഈ അരിഷ്ടം 2 ആൾക്ക് വിറ്റു. ഈ ലെഫ്റ്റിൽ ചേർത്ത ആളും 2 ആൾക്ക് വിറ്റു. അപ്പൊ 2-ാം ലൈനിൽ എത്ര ആളായി? 4 ആളായി. ഇനി അവരും ഇതേമായി 2 ആൾക്ക് വിറ്റു. അപ്പൊ 3-ാം ലൈനിൽ എത്ര ആളായി? 4 ആൾക്കാർ 2 ആൾക്ക് വിറ്റാല് 8 ആളായി. അങ്ങനെ പോയാൽ 31-ാമത്തെ ലൈനിലെത്തുമ്പോ 214,84,648 ആള് വേണം 31-ാമത്തെ ലൈനിൽ. 1-ാം തീയതി ഞാൻ 2 ആളെ ചേർത്തു എന്ന് സങ്കല്പിക്കുക. അവര് ആ ബിസിനസ്സൊക്കെ പഠിപ്പിച്ച് ഈ അരിഷ്ടത്തിന്റെ മേന്മയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവർ 2-ാം തീയതി 2 ആളെ ചേർത്തു എന്ന് സങ്കല്പിക്കുക. ആ 4 ആൾക്കാര് 3-ാം തീയതി ഈ 2 ആളുകൾക്ക് അരിഷ്ടം വിറ്റു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ വിറ്റ് 31-ാം തീയതി എത്തുമ്പോൾ 214,74,83,000, 75 ലക്ഷം തന്നെ, കുറവേ ഉള്ളൂ. 214 കോടി. 30-ാം തീയതി വരെ മൊത്തം ചേർന്നവരുടെ സംഖ്യയും 214 കോടിയാണ്. അവരുണ്ട് 214 കോടി. അത് ഞാൻ കൂട്ടി നോക്കിയിട്ട് തന്നെ പറയണത്. ഓരോ ലൈനിലുള്ള സംഖ്യക്ക് തുല്യമായിട്ടുള്ള സംഖ്യ, അതിൻ്റെ മേലെയുള്ളവരുടെ മൊത്തം കൂട്ടിയാലും കിട്ടുന്നതാണ് മൊത്തം തുക. മുകളിലുള്ളവരുടെ മൊത്തം തുകയും താഴെയുള്ള ലൈനിലുള്ള ആളുകളുടെ തുകയും സമായിരിക്കും. അപ്പം 31-ാം തീയതി ആകുമ്പോൾ നമ്മുടെ കമ്പനിയിൽ 429 ലക്ഷത്തിൽ ചില്ലാൻ ആളുകളുണ്ട്. 429 ലക്ഷത്തിൽ 430 കോടി, ലക്ഷമല്ല, 430 കോടി ആളുകൾ 31-ാം തീയതി എത്തുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 1-ാം തീയതി 2 ആൾക്ക് വിൽക്കുക, 2-ാം തീയതി ആ 2 ആൾക്ക് വിൽക്കുക. അങ്ങനെ വിറ്റ് പോയാൽ 31-ാം തീയതി ആകുമ്പോഴേക്കും ഈ കമ്പനിയിൽ 430 കോടിയോളം ആളുകളായി. ഇനി അടുത്ത മാസം 1-ാം തീയതി ഇതിൽ ചേരണമെങ്കിൽ പുതുതായിട്ട് 429 ലക്ഷം ആളുകൾ. ഈ ലാസ്റ്റ് ലൈനിലുള്ള ആളുകൾക്ക് ഈ 2 ആളെ കിട്ടണ്ടേ? ഓരോരുത്തർക്കും ഈ 2 ആളെ കിട്ടണമെങ്കിൽ 429 കോടി ആളുകൾ അന്ന് ചേരാൻ വേണം, 1-ാം തീയതി ചേരാൻ വേണം. ആകെ ഇന്ന് ലോക ജനസംഖ്യ 700 കോടിയിലെത്തിയിട്ടേ ഉള്ളൂ. ഇത് അടുത്ത മാസം 1-ാം തീയതി ബിസിനസ് നടക്കണമെങ്കിൽ 800 ചില്ലാനം കോടി ആളുകൾ ഉണ്ടെങ്കിലേ 800 ചില്ലാനം കോടി ആളുകൾ വേണം. അപ്പൊ ലോക ജനസംഖ്യ ഒരിക്കലും ഇതിൽ തികയില്ല. ഇത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇതിപ്പോ ഫിക്ക് മനസ്സിലാകണം എന്നൊന്നുമില്ല. ഇപ്പൊ ഇത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ ഈ 2 ആളുകളെ ഓരോ ദിവസം മെനക്കെട്ടിട്ട് ഈ അരിഷ്ടത്തിന്റെ മേന്മ പറഞ്ഞ് പഠിപ്പിച്ച് 2 ആളുകളെ കൊണ്ട് വാങ്ങിക്കാൻ ഒരു ദിവസം മെനക്കെട്ട് ശ്രമിച്ചാൽ, ഒരു ദിവസം കൊണ്ട് 2 ആളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു 31 ദിവസം കൊണ്ട് ലോക ജനസംഖ്യ തീർന്നു പോകും എന്നതാണ് പ്രായോഗികമായി അതിലുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ മറ്റൊരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 99.5% ആളുകൾക്ക് ഇതിൽ നഷ്ടമായിരിക്കുമെന്ന് പറയാൻ കാരണം, ഒരു ബിസിനസ് എന്ന നിലക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. മൊത്തം ഇതിലെ മെമ്പർമാരിൽ ഈ ബിസിനസ്സിൽ ഈ ഓൺലൈൻ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള, അതിൽ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ജോയിനേഴ്സിനെ മൊത്തത്തിലെടുത്താൽ 50%-ലധികം ആളുകൾ ഏറ്റവും താഴെ ലൈനിലായിരിക്കും.
ന്യൂ ജോയിനേഴ്സ് എന്നാണ് അവർ പറയാ. പുതുതായി ചേർന്നവർ 50% ആളുകൾ അവരിപ്പോൾ ചേർന്നിട്ടേ ഉണ്ടാവുള്ളൂ. മൊത്തം 1 കോടി ആളുകളാണെങ്കിൽ 50 ലക്ഷം ആളുകൾ ന്യൂ ജോയിനേഴ്സ് ആയിരിക്കും. അവരുടെ താഴെ ആരും ഇല്ലാത്തവരായിരിക്കും എന്നർത്ഥം. അവരുടെ ട്രീ എങ്ങനെ സങ്കല്പിച്ചാലും ഏറ്റവും വിജയകരമായ നിലക്ക് അതിൽ ചേർന്ന ഓരോരുത്തർക്കും ഈ 2 ആളുകളെ ചേർക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ വിജയിപ്പിച്ചു പോയാലാണ് ഈ പറയണത്. എല്ലാവർക്കും ഈ 2 ആളുകളെ ചേർക്കാൻ കഴിഞ്ഞാൽ 50% ആളുകൾ ന്യൂ ജോയിനേഴ്സ് ആയിരിക്കും. എപ്പോഴും അവർ ഏതായാലും കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് അരിഷ്ട കുപ്പിനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. 3000 കൊണ്ട് അരിഷ്ടം മാത്രമേ കിട്ടുള്ളൂ. 3000 കൊണ്ട് അരിഷ്ടം മാത്രം കിട്ടിയവർ 50%. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലൈന് 25% ആളുകളാണ്. 1 കോടിയാണെങ്കിൽ 50 ലക്ഷം ആളുകൾ ന്യൂ ജോയിനേഴ്സ്, 25 ലക്ഷം ആളുകൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലൈന്. എല്ലാവരും ഈ 2 ആളെ ചേർത്ത് പോകാൻ സാധിച്ചാലാണ് പറയണത്. അവർ 25 ലക്ഷം. അവർക്ക് ഒരു പെയറിന്റെ കമ്മീഷൻ മാത്രമേ കിട്ടുള്ളൂ. ഒരു പെയർ 250 റുപ്യ. ഒരു പെയറിന്റെ കമ്മീഷൻ 500 റുപ്യ തോന്നുന്നുണ്ട്. ഒരു പെയറിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അവർക്ക് 1 കുപ്പി അരിഷ്ടം കിട്ടിയിട്ടുണ്ടാകും, 500 റുപ്യയും കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരാണ് ഈ 25 ലക്ഷം ആളുകൾ. അപ്പൊ ആ 75 ലക്ഷത്തിന് 1 കോടിയിൽ 75 ലക്ഷത്തിനും നഷ്ടമാണല്ലോ. അരിഷ്ടം ഉദ്ദേശിച്ചു വന്നവർക്ക് പ്രശ്നമല്ല. ബിസിനസ് ഉദ്ദേശിച്ചു വന്നവരെ പറ്റിയാണ് നമ്മൾ പറയണത്. ബിസിനസ് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് അരിഷ്ടം വാങ്ങിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരും ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർക്ക് പിന്മാറാൻ മടി. ഞങ്ങൾ മുടക്കിയ പൈസെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഓരോരുത്തർ ആഗ്രഹം. 8,000 12,000 ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്, അരിഷ്ടത്തിൻ്റെ ഇതല്ലാത്ത വേറെ ചില കമ്പനികൾ. ഇപ്പോൾ ഒരു മാസം മുമ്പ് കോളേജിൽ വന്നിരുന്നു ഒരു 3-4 ചെക്കന്മാർ. നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ പ്രസംഗം കേട്ടു, നിങ്ങളെക്കുറിച്ച് കുറച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അവരുടെ ഭാഷ്യം. പക്ഷെ ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതല്ല, അവരിനെ തിരുത്താൻ വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കിയ മാതിരി അല്ല എന്ന് പറയാനാണ് അവർ വന്നിട്ടുള്ളത്. അവർ 12,000 ഉറുപ്പ്യ മുടക്കിയിട്ടാണ് ഓരോരുത്തർ ചേർന്നിട്ടുള്ളത്. അവർക്ക് കുറച്ച് എന്താ ഈ കക്കൂസ് കഴുകണ സാധനങ്ങളും ഡിറ്റർജൻറ്റ് സാധനങ്ങളും ബനിയനും ഒക്കെയാണ് അവർ വാങ്ങിയിട്ടുള്ളത്. ഒരു ബനിയനും കുറച്ച് ഡിറ്റർജൻറ്റ് സാധനങ്ങളൊക്കെ പാടെ കൂടി 12,000 റുപ്യ. ഇതിൽ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ 12,000 മുടക്കിക്കാണ്ട് നിങ്ങൾ ബനിയൻ വാങ്ങുമെന്ന് ഞാൻ ചോദിച്ചു. ടീഷർട്ടുണ്ട്, ബനിയനല്ല. 12,000 റുപ്യ എടുത്തിട്ട് ഈ ടീഷർട്ട് നിങ്ങൾ വാങ്ങുമോ? ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിച്ചു. അപ്പം അതിലൊരു സത്യസന്ധനായിട്ടുള്ള ഒരാൾ പറഞ്ഞു, അയാളെ പല്ലുമ്മ ചോരായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ സാധനം വാങ്ങിക്കുന്നത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് തന്നെയാണ്. ഞാൻ ഇന്ന് വരെ ആ പൊതി തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല. കമ്പനിയിൽ നിന്ന് ഒരു വാങ്ങിയ സാധനം ഇന്ന് വരെ ഞാൻ തുറന്നു നോക്കിയിട്ട് 4 മാസമായി ഞാൻ ചേർന്നിട്ട് അതിലെന്താണെന്ന് ഞാൻ തുറന്നു നോക്കിയിട്ട് തന്നെയല്ല എന്ന് പറഞ്ഞാൽ അവൻ ഗനിയുൻ അൻ ദാലിക, ആ സാധനത്തിന് തൊട്ട് ഗനിയുൻ അൻ സിൽഅ, ചരക്കോൻ ആവശ്യമില്ല, അവൻ ആവശ്യം ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ 12,000 റുപ്യ മുടക്കിയിട്ടാണ് മൂപ്പര് ഇതിൽ ചേർന്നിട്ടുള്ളത്. അങ്ങനെ എന്താണ് ഇപ്പോൾ അതിൽ കുഴപ്പമെന്നാ മൂപ്പര് ചോദിക്കണം. അപ്പം ഞാൻ ഈ കണക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ ഈ 2 ആൾക്ക് ഇത് വിറ്റാൽ ഈ 31-ാം തീയതി ആകുമ്പോഴേക്കിന് ലോക ജനസംഖ്യ മുഴുവനും തീർന്നു പോകില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ 31-ാം തീയതി മുതൽ ഈ ബിസിനസ് തുടരുക? എങ്ങനെ ഇത് വിജയകരമായ നിലക്ക് പതിറ്റാണ്ടുകളായി യൂറോപ്യൻ കൺട്രീസിൽ നടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിജയകരമായിട്ട് എങ്ങനെ നടപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക? ആളുകൾ ചേരുന്നില്ലെങ്കിലല്ലേ ഇത് പതിറ്റാണ്ട് നിലനിൽക്കുള്ളൂ. ഒരു ദിവസം 2 ആളെ ചേർക്കാൻ അരിഷ്ടത്തിന്റെ മേന്മ അല്ലെങ്കിൽ ടീഷർട്ടിന്റെ മേന്മ പറഞ്ഞു കൊടുത്താൽ 2 ആളെ കിട്ടുമെങ്കിൽ ഒരു ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് 2 ആളെ കിട്ടിയാൽ 31-ാം തീയതി അവസാനിക്കും. പിന്നെ എങ്ങനെ ഇത് പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരിങ്ങനെ കിടന്നുരുളാണ്. പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഈ 12,000 റുപ്യ ഇയാൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ തൻ്റെ കീഴിൽ എത്ര ലൈന് വരണം? ഈ 12,000 റുപ്യ തിരിച്ചു കിട്ടണമെങ്കിൽ ഈ മുടക്ക് മുതലിൽ 12,000 രൂപ തിരിച്ചു കിട്ടിയ 4% ആളുകളെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ സമർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കണക്ക് മുഖേന തെളിയിക്കണം. ഇതൊക്കെ നെറ്റ് മുഖേനയാണല്ലോ കണക്കിൽ തെളിയിക്കാൻ കഴിയണതാണ്. നെറ്റ് ഓപ്പൺ ചെയ്താൽ, സൈറ്റ് ഓപ്പൺ ചെയ്താൽ എല്ലാവരുടെ കണക്കും കിട്ടും. 4%-ലധികം ആളുകൾക്ക്
ഇതില് മുടക്ക് മുതൽ തിരിച്ചു കിട്ടി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ വാദം പിൻവലിച്ചോളാന്ന് പറഞ്ഞു. അത് കിട്ടൂല എന്ന് ഉറപ്പാണ്. കാരണം ഈ ബൈനറി സിസ്റ്റത്തിൽ ഈ പെയർ കമ്മീഷൻ നിശ്ചയിക്കലോടുകൂടി ഇടത്തും വലത്തും ആള് വന്നിങ്ങനെ പെയറായി വന്നെങ്കിൽ, ജോഡിയായി വന്നെങ്കിലേ കമ്മീഷൻ കൊടുക്കുള്ളൂ എന്ന് പറയുന്നതോടു കൂടിയുള്ള അതിലുള്ള ചതിയാണത്. ഈ 50% ഏറ്റവും താഴെയുള്ള ന്യൂ ജോയിനേഴ്സ്, അതിൻ്റെ മേലെയുള്ളവരുടെ താഴെ 2 ആളുകൾ മാത്രം വന്നിട്ടുള്ള ഒരു പെയറിന്റെ കമ്മീഷന് മാത്രം അർഹരായിട്ടുള്ള 25% ആളുകൾ, അവർക്ക് ഇപ്പം ഈ 12,000 മുടക്കിൽ 1,000 റുപ്യാണ് പെയർ കമ്മീഷൻ. അവർക്ക് 1,000 റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി 11,000 നഷ്ടം തന്നെയാണ്. അവർക്ക് ഈ ടീഷർട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അതിൻ്റെ തൊട്ട് മുമ്പുള്ള 12.5% ആളുകൾ, അവർക്ക് 3 പെയറിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. 3 പെയറിന്റെ 3,000 റുപ്യ, 12,000 മുടക്കിയിട്ട് 3,000 റുപ്യ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും 12.5% ആളുകൾക്ക്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള 6.25% ആളുകൾക്ക് 7 പെയറിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. 7 പെയർ എന്ന് പറഞ്ഞാൽ 7,000 റുപ്യ. അതിൻ്റെ തൊട്ട് മുകളിലുള്ളവർ 3.125%, അവർക്ക് 15 പെയറിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാകും 15,000 റുപ്യ. അവർക്കും നഷ്ടമായിരിക്കും. കാരണം 15,000 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇത് അവർ പ്ലസ് ആയിട്ടാണ് പറയട്ടോ. അവരിത് നെഗറ്റീവായിട്ടല്ല പറയാം, അവർ പോസിറ്റീവായിട്ടാണ് പറയാം. ഇത് ഗവൺമെന്റ് ടാക്സ് ഒക്കെ കഴിച്ചിട്ട് വൈറ്റ് മണിയാണ് നമുക്ക് കിട്ടണത്. 1,000 റുപ്യ കിട്ടണത് വൈറ്റ് മണിയാണ്. അതിന് യാതൊരു പ്രശ്നമല്ല. ഒരു അന്വേഷണം നേരിടേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് കൊടുക്കേണ്ട മുഴുവൻ ടാക്സ് ഒക്കെ അടച്ചിട്ടുള്ള ആ പൈസയാണ് നമുക്ക് കിട്ടണത് എന്ന് പറഞ്ഞാൽ 1,000 റുപ്യ ഒരാൾക്ക് പാസ്സായാൽ 800 ചില്ലാനം റുപ്യ, 824 തോന്നുന്നുണ്ട്, 800 ചില്ലാനം റുപ്യാണ് പിന്നെ കിട്ടുക. ബാക്കി ടാക്സ് ആയിട്ട് പോകും. ടാക്സും GST ഒക്കെ ആയിട്ട് പോകും. സ്റ്റേറ്റിൻ്റെ GST, പിന്നെ എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ GST ഒക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ കഴിച്ചിട്ട് ബാക്കി 800 ചില്ലാനം റുപ്യാണ് പിന്നെ കിട്ടുക. അപ്പോൾ ഈ ആൾക്കും ഈ 3.12% ആളുകൾക്കും 15 പെയറിന്റെ കമ്മീഷനെ കിട്ടുള്ളൂ. മുടക്ക് മുതൽ കഷ്ടി തിരിച്ചു കിട്ടിയവരാണ് അവരും ബിസിനസ് എന്നുള്ള നിലക്ക് വിജയിക്കാത്തവരാണ്. ഇപ്പൊ മൊത്തം 96.875 എന്ന് പറഞ്ഞാൽ റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 97% ആളുകളായി മുടക്ക് മുതൽ തിരിച്ചു കിട്ടാത്ത, അല്ലെങ്കിൽ കഷ്ടി മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയവരെ വരെ കൂട്ടിയാൽ അവരടക്കം 97% ആളുകളാണുള്ളത്. ഇനി ബാക്കി 3%, ആ തൊട്ട് മുകളിലുള്ള 1.5% ആളുകൾക്ക് 31 പെയറിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. 1.5%-ന് 31 ജോഡി എന്നാണ് 31,000 റുപ്യ. 31,000 എന്ന് പറഞ്ഞാൽ 31,820 ചില്ലാനം റുപ്യകൾ കിട്ടിയിട്ടുണ്ടാകും അവർക്ക്. ഇവർ വിചാരിച്ചതുപോലുള്ള 12,000 റുപ്യ മുടക്കിയിട്ട് ആകെ 31,000 റുപ്യ തിരിച്ചിട്ടിയാൽ ഇപ്പോൾ ഒരു ബിസിനസിന്റെ വിജയം എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. ഇവർ ഓരോരുത്തരും വിചാരിക്കുന്നത് തൻ്റെ മുന്നിൽ ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒഴിവാക്കിയിട്ട് ഇനി BMW നടക്കാന്നാണ് ഓരോ സാധുവും വിചാരിക്കുന്നത്. അത്ര വലിയ ഒരു ബിസിനസിന്റെ വാതായനം എൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കാതെ ഒരു വലിയ ഷോപ്പ് എൻ്റേതായി തുറന്നു കിട്ടിയിരിക്കുകയാണ് എന്നാണ് ജോയിൻ ചെയ്ത സാധുക്കളൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് 12,000 റുപ്യ മുടക്കിയിട്ട് 31,000 റുപ്യ തിരിച്ചിട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ 1.5% ആളുകൾക്ക് അങ്ങനെ. ഇനി ബാക്കി അവരുടെ ഈ വില കൂട്ടത്തിൽ തന്നെ കൂട്ടണം. അപ്പൊ 98.5. ഇനി ബാക്കിയുള്ള 1.5%, ആ 1.5%-ന്റെ പകുതി 3/4%, അവർക്ക് 63 പെയറിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. അതും ഈ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ മാറ്റാനൊന്നും ആയിട്ടില്ല. പഴയ ഓട്ടോറിക്ഷ ആരെങ്കിലുമൊക്കെ ഒഴിവാക്കി ഓട്ടോറിക്ഷ അതുകൊണ്ട് കിട്ടുള്ളൂ. ഓട്ടോറിക്ഷ മാറ്റി BMW ആക്കാനോ അല്ലെങ്കിൽ മാരുതി 800 ആക്കാനോ പോലും സാധിക്കാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പൊ അവരും ബിസിനസ് എന്ന നിലക്ക് പരാജയം തന്നെയാണ് ആ 3/4% ആളുകൾ. ബാക്കിയുള്ള മുക്കാലിന്റെ പകുതി എന്നാൽ 0.5%-ൽ താഴെയുള്ള ആളുകൾക്കാണ്
1,00,000 മുകളിൽ ആകെ വരവുണ്ടാകുക. ബിസിനസ് എന്ന നിലയ്ക്ക് ലക്ഷങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ളവർ 0.01% താഴെ ആളുകൾക്ക് മാത്രമേ അതില് ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൽ വലിയ വിജയം നേടി എന്ന് അവകാശപ്പെടാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവനും ഈ വ്യാമോഹവുമായി ആളുകളെ തേടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. പിന്നെ അവർക്ക് പറയാനുള്ളത്, ഞങ്ങൾ പല ആളുകളൊക്കെ സംവദിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട് എന്നാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വലിയൊരു പോരിശായിട്ട് അവർ പറയണതാണ്. ജനങ്ങളോടൊക്കെ ആരോടും ചെന്നിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും ഞാനൊന്നും ആരോടും സംസാരിക്കാത്ത പ്രകൃതിയായിരുന്നു. ഇപ്പം ആരോടും ചെന്നിട്ട് ഈ ബിസിനസ്സൊക്കെ പറഞ്ഞ് അവരോടൊക്കെ ജനങ്ങളുടെ ഇടയിലൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് എനിക്കുണ്ടായി. അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പായിട്ടുണ്ട്. എന്താ പോലെ പേഴ്സണാലിറ്റി? ഇനി അവരുടെ അടുത്ത് ഇതുപോലുള്ളൊരു സംരംഭവുമായി ചെന്നാൽ കുറ്റിച്ചൂലെടുത്ത് പിന്നാലെ കൂടുന്ന പേഴ്സണാലിറ്റിയാണ് അത്. അവർ പെട്ടിരിക്കുകയാണ്, വഞ്ചനയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിലൊരു 1 കോടി ആളുകൾ ഈ കമ്പനിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിലുള്ള 99.5 ലക്ഷം ആളുകളും അവർക്ക് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്തവരാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഈ കമ്പനിയോട് എത്ര പ്രതിപത്തി ഉണ്ടാവും? എന്നിട്ട് തന്നെ ഭാവിയിൽ 1,00,000 കസ്റ്റമർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന റീപർച്ചേസിംഗ് ആണ് ഞങ്ങളുടെ ഉന്നം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് യാതൊരു കാര്യമല്ല. അവരൊന്നും ഈ കമ്പനിയെ വെറുപ്പോടുകൂടിയല്ലാതെ അവർ കാണുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് അത്തരം സംരംഭങ്ങളോടൊക്കെ നാം പൂർണ്ണമായും വിയോജിക്കുകയും അതിൻ്റെ പിന്നിൽ കുറേ ഫൈലിമാരുണ്ട്, കുറേ ദാരിമിമാരുണ്ട്, കുറേ വാഫിമാരുണ്ട്, കുറേ ഹുദവിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിരുന്നത്. ആരുണ്ടായാലും ഞാൻ അവരോട് പറഞ്ഞു, എഞ്ചിനീയറിംഗ് പാസ്സായാലാണെങ്കിൽ ആരാണെങ്കിലും 5 കൂട്ടിയ 10 കിട്ടുള്ളൂ. ഏത് ഹുദവിയോ വാഫിയോ ഫൈലിയോ ഹൈത്തമ്യോ ദാരിമിയോ ആരാണെങ്കിലും അവരൊക്കെ കൂട്ടിയാൽ ഈ കണക്ക് കിട്ടും. ആര് കണക്ക് കൂട്ടിയാലും കിട്ടുന്ന കണക്കാണ് ഞാൻ ഈ പറയണത്. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞവരിലെ 96.875% കഷ്ടിച്ച് മുടക്കുമുതൽ തിരിച്ചു കിട്ടിയവരെ വരെ ഉൾപ്പെടുത്തിയാലും ഇത്ര 97% ആളുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മുടക്കുമുതൽ പോലും, മുടക്കിയ പൈസ പോലും തിരിച്ചു കിട്ടാത്തവരാണ്. അപ്പോൾ അവർക്ക് അരിഷ്ടം കിട്ടണില്ലേ, ടീഷർട്ട് കിട്ടണില്ലേ എന്നവർ ചോദിക്കും. അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് മാത്രം പറയുകയാണെങ്കിൽ ആ കച്ചവടം അതോടുകൂടി അവസാനിപ്പിച്ച് അവർ പിരിഞ്ഞു പോകേണ്ടതായിട്ടും വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളാരും അതിൽ പെട്ടുപോകരുത്. ശരഴിയായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിലുണ്ട്. അക്കതും ഫിയാക്കത് എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, വിലക്കിയിട്ടുള്ളതാണ്. റസൂലുള്ളാഹി തങ്ങൾ വിലക്കിയിട്ടുള്ളതാണ്. ഇത് ഈ അരിഷ്ടക്കുപ്പി വാങ്ങലോടുകൂടി പിന്നെ ആര് അരിഷ്ടം വാങ്ങിയാലും അതിൻ്റെ ഒരു വിഹിതം കിട്ടുമെന്ന് ഷർത്താക്കുമ്പോൾ അക്കതും ഫിയാക്കതാണത്. അങ്ങനെ അക്കതും ഫിയാക്കതിൻ്റെ പ്രശ്നമുണ്ട്. ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന പ്രശ്നം അതിലുണ്ട്. ഖുറാറിൻ്റെ പ്രശ്നം. അക്കമിന്നൂർക്ക് കണക്കൂട്ടിയാൽ കിട്ടുമല്ലോ, അതുകൊണ്ട് കണക്ക് കൂട്ടിയാൽ മനസ്സിലാകണതാണല്ലോ, അതുകൊണ്ട് അവർ കണക്കൂട്ടിയാത്തത് കൊണ്ട് അവരാണ് അതിൻ്റെ ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ സാധിക്കുമെങ്കിലും വാസ്തവത്തിൽ ഇത് കണക്ക് ആരും ശ്രദ്ധിക്കാത്തതും ആരെക്കൊണ്ടും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ശതമാനക്കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് 31-ാമത്തെ ദിവസം കമ്പനി അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ മലായിക്കത്ത് ഇറങ്ങി വരേണ്ടി വരും ഇതിൽ ചേരണമെങ്കിൽ. പിറ്റേ മാസം 1-ാം തീയതി ഇതിൽ ആൾ ചേരണമെങ്കിൽ വിജയകരമായ നിലക്കൊരു മാസം, ഒരു ദിവസം 2 ആൾ എന്നുള്ള തോതിൽ ശരിക്കും ഒരാളെ ചേർക്കാൻ 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അവസാനിച്ച് പോകുന്നത്. അങ്ങനെ വേണ്ട, നമ്മളൊരു ദിവസം സാവകാശം കൊടുക്കുക. ഒരു ദിവസം വഴല് പറഞ്ഞിട്ട് 2 ആളെ ചേർക്കാൻ കഴിയും എന്ന് സങ്കല്പിച്ചാൽ പോലും ഒരു മാസം കൊണ്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വരും. അതിനുശേഷം ഇത് തുടരണമെങ്കിൽ ജിന്നുകളെയോ അല്ലെങ്കിൽ ആകാശ ലോകത്തു നിന്ന് മലക്കുകളോ ഇറങ്ങി വന്നിട്ട് വേണ്ടി വരും ഇതിൽ ചേരാൻ. അത്രമാത്രം മുഹാലായിട്ടുള്ള, അസംഭവ്യമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്, ഒരു ബിസിനസ്സിൻ്റെ കവാടമാണ് ജനങ്ങളുടെ മുന്നിൽ ഇവർ തുറന്നു വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വാണമ്പള്ളി ഉസ്താദിന് ഉദ്ഘാടനം ചെയ്തിട്ട് പല തിരക്കുണ്ടാവും. ഇതുകൂടി കേട്ടിട്ടേ മൂപ്പര് പോകണുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് മുൻകൂട്ടി അവതരിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ
പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അങ്ങനെ സമ്പാദിക്കുവാനും ഹലാലായ നിലക്ക് മാത്രം സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ ഏറ്റവും അടുത്ത സഹോദരന്മാരെ, കുടുംബക്കാരെ, ജ്യേഷ്ഠന്മാരെ, അളിയന്മാരെ, അമ്മായിൻ്റെ മക്കളെ, അമ്മാവൻ്റെ മക്കളെ, അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മെ വിശ്വസിക്കുന്ന ആളുകളെ പറ്റിച്ചുകൊണ്ടാണ് ഈ MLM മാർക്കറ്റിംഗ് ഇന്ന് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. അല്ലാത്തവരുടെ അടുത്ത് എന്നാൽ ഇതിനാരും ചെവി കൊടുക്കൂല. അപ്പോൾ സ്വന്തം ആൾക്കാർ എന്ന് പറയുമ്പോഴാണ് അതിന്. അപ്പം അങ്ങനത്തെ ആളുകളെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും ഞാനതിൽ പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചേർന്ന് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് പോട്ടെ. ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും. അള്ളാഹു നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ച് നമുക്ക് മിച്ചം വരുന്നത് മാത്രമാണ് നമുക്ക് ഹൈറാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി എൻ്റെ കെണിയിലൂടെ ആരും ഇതിലേക്ക് വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണം എന്ന് സാധാരണമായി ആവശ്യപ്പെട്ടുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ഇഷ്ടജനങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തോടുള്ള എൻ്റെ എല്ലാ കടപ്പാടുകളെയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തെ ഞാനാക്കിയത് ഈ സ്ഥാപനമാണ് എന്ന് പറയാൻ കാരണം, ഞാനിവിടെ വരുന്നതിന് മുമ്പ്, ഹൈത്തമി കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് ചില മൂല്യന്മാരൊക്കെ വഴല് പറയുമ്പോൾ, ചില മസലകളൊക്കെ പറയുമ്പോൾ അത് തിരുത്താനൊക്കെ ഇങ്ങനെ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പം എൻ്റെ വിചാരം ഞാനൊരു ഫഖീഹാണ് എന്നാണ്. ഇവിടെ ചേരുന്നത് വരെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. 12 കൊല്ലം ദർസ് നടത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ ഹൈത്തമി കോഴ്സിൽ ചേർന്നിട്ടുള്ളത്. അപ്പോൾ 12 കൊല്ലം ദർസ് നടത്തിയപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയ കുറേ മസലകളൊക്കെ ഇങ്ങനെ അറിയണത് കൊണ്ട് ചില മൂല്യന്മാരൊക്കെ വഴല് പറയുമ്പോൾ മസലൊക്കെ തെറ്റായി പറയുമ്പോൾ ഞാനത് തിരുത്തി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തോന്നിയെന്നു ഞാനൊരു ഫഖീഹാണ്. ഈ സ്ഥാപനത്തിൽ വന്ന് ചേർന്ന് അന്ന് ഹൈത്തമി കോഴ്സ് 2 കൊല്ലാണ്. പിന്നെ സാഹചര്യത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഇപ്പോൾ 1 കൊല്ലാക്കി ചുരുക്കിയിട്ടുണ്ട്. അന്ന് 2 കൊല്ലമായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന, അന്ന് 2 കൊല്ലമായിരുന്നു ഹൈത്തമി കോഴ്സ്. അങ്ങനെ 2 കൊല്ലം ഫിഖ് പഠിക്കാനായി മാത്രം മനക്കെട്ടപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഞാൻ ഫഖീഹല്ല എന്നും എനിക്ക് ഈ ജന്മത്തിൽ ഫഖീഹാവുക സാധ്യമല്ല എന്നും എനിക്ക് മനസ്സിലായി. നിസ്ഫുൽ ഇൽമി ലാ അദ്രി എന്നാണല്ലോ. അതുകൊണ്ട് ആ നിസ്ഫുൽ ഇൽമെങ്കിലും എനിക്ക് കരസ്ഥമാക്കി തന്നത് ഈ സ്ഥാപനമായതുകൊണ്ട് അന്നത്തെ എൻ്റെ വന്യരായ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട MT ഉസ്താദ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ്, അവർക്കൊക്കെ അള്ളാഹു ഉന്നതമായ ദർജ നൽകട്ടെ. 2 ലോകത്തും അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ, ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇതിനൊക്കെ കളമൊരുക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടെ പള്ളിയുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട നന്ദിയിൽ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് ഇതിൻ്റെ ഓരോ സന്തതിയും പഠിച്ചിട്ടുള്ള ഓരോ ഹർഫിൻ്റെയും പ്രതിഫലം അവരുടെ ഖബറത്തിലേക്ക് നിത്യം അള്ളാഹു എത്തിച്ചുകൊണ്ടിരിക്കട്ടെ. ഇന്ന് ഇതിൻ്റെ മുന്നിൽ ഒരു ചാലക ശക്തിയായി, ഇതിനൊരു വലിയ പ്രസ്ഥാനമായി ഉയർത്താൻ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട AV ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ സഈകളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. ഇതിനെ ഉത്തരോത്തരം ഉയർത്താൻ അള്ളാഹു എല്ലാവിധ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അതിൽ ഇഖ്ലാസ് നൽകി അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി ബഹുമാനപ്പെട്ടവരെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ആഫിയത്തോടു കൂടി അള്ളാഹു ദീർഘായുസ് നൽകി അദ്ദേഹത്തിൻ്റെ സേവനം അള്ളാഹു ദീർഘകാലം നമുക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടുത്തെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. നാം തുടക്കത്തിൽ ദുആ ചെയ്തതുപോലെ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ഇനി ഇവിടെ പഠിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വരുന്നവർക്കുമൊക്കെ അള്ളാഹു ഉഖറവിയായ ഉലമാക്കളുടെ അവരെ അതിനുവേണ്ടി അവരെ പണിപ്പുരയിൽ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാർ എല്ലാവരെയും അള്ളാഹു ഉഖറവിയായ ഉലമാക്കൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ ഓഫറുകൾക്കും അർഹരായ ഉലമാക്കളായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് ബന്ധപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.